കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ലിഫ്റ്റ് കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സംഭവത്തിൽ പ്രതി പിടിയിലായി. കർണാടക ധർവാഡ് സ്വദേശി എച്ച് മഞ്ജുനാഥ എന്ന മഞ്ചപ്പയെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത്. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പ്രതിയുടെ ആധാർ കാർഡാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നുള്ളിപ്പാടി ദേശീയപാതയ്ക്കരികിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റിനായി എടുത്ത കുഴിയിലാണ് മാർച്ച് 10 രാത്രി 10:15 അജ്ഞാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കെട്ടിട ഉടമയുടെ മകൻ രാത്രിയിലെത്തിയപ്പോഴാണ് കെട്ടിടത്തിന്റെ അണ്ടർഗ്രൗണ്ട് ഭാഗത്തുള്ള കുഴിയിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. കെട്ടിടത്തിനകത്ത് രക്തത്തുള്ളികളും പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും മഞ്ജുനാഥ എന്ന പേരുള്ള ഒരു ആധാർ കാർഡും ലഭിച്ചു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കർണാടക ഗദക് ബാലേശ്വര ബാലഹൊസൂരിലെ ചന്ദ്രശേഖർ സുരേഷ് പട്ടാടാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ചത് മരിച്ചയാളുടെ ആധാർ കാർഡല്ല എന്ന് വ്യക്തമായതോടെ കൊലപാതകിയുടേതായിരിക്കാം ഇതെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. തലക്കടിയേറ്റതാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ കൊലപാതകിക്കായി ടൗൺ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു. തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പ്രതിയായ കർണാടക ധാർവാഡ് കൽസ് കുണ്ടുക്കോളിയിലെ എച്ച് മഞ്ജുനാഥ എന്ന മഞ്ചപ്പയെ പോലീസ് പിടികൂടിയത്. പ്രതി ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കുറേ നാളായിട്ട് നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു. നമ്മൾ പഴയ പോലീസിങ് മെത്തേഡ് എന്നൊക്കെ പറയും, പഴയ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മാതിരി നമ്മൾ അവൻ ജോലിക്ക് പോകാറുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചിട്ടാണ് കിട്ടുന്നത്. ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല അങ്ങനെ ഇല്ല, അങ്ങനത്തെ ഇതൊന്നും കേസസ് ഒന്നുമില്ല. സംഭവ സമയത്ത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ, ഒരു രണ്ടുപേരും ഒരു വഴക്കിൻ്റെ കള്ളുപിടിച്ചിട്ടുള്ളൊരു. മഞ്ജുനാഥയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.